ഇൻസുലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഇനി പറയുന്നവ പഠിക്കും. പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ സ്രവിക്കുന്നു. ശരീരത്തിൽ ഇൻസുലിന്റെ പങ്ക്. ഇൻസുലിൻ ഒരു പ്രധാന ഹോർമോണാണ്. ഹോർമോൺ രക്തത്തിൽ നേരിട്ട് സ്രവിക്കുകയും വിവിധ കലകളിലേക്കും അവയവങ്ങളിലേക്കും കൊണ്ടുപോയി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. പാൻക്രിയാസാണ് ഇൻസുലിൻ സ്രവിക്കുന്നത്. ആമാശയത്തിന് പിന്നിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അവയവമാണ് പാൻക്രിയാസ്. വിവിധ എൻസൈംസ് സ്രവിക്കുന്ന ഗ്രന്ഥികളാൽ നിർമ്മിതമാണ് പാൻക്രിയാസ് ഹോർമോൺസ്. ഇപ്പോൾ നമ്മൾ ഇൻസുലിൻ റിലീസിലും അതിനെ ബാധിക്കുന്ന ഘടകങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇൻസുലിൻ റിലീസിനെ ഉത്തേജിപ്പിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമെന്ന് ഓർമ്മിക്കുക. കുടലിൽ ഭക്ഷണത്തിന്റെ സാന്നിധ്യം വിവിധ ഹോർമോൺസുകളുടെ റിലീസിന് കാരണമാകുന്നു. ഇത് ഇൻസുലിൻ റിലീസിനെയും ബാധിക്കുന്നു. ഭക്ഷണത്തിൽ 3 പ്രധാന മാക്രോ ന്യൂട്രിയന്റുകൾ അടങ്ങിയിരിക്കുന്നു: കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ്സ്. വിവിധ ഭക്ഷണങ്ങളോടുള്ള ഇൻസുലിൻ പ്രതികരണം വ്യത്യസ്തമാണ്. കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണങ്ങൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വേഗത്തിൽ ഉയർത്തുന്നു. തൽഫലമായി ഇൻസുലിൻ വലിയ അളവിൽ സ്രവിക്കുന്നു. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളുടെ ഉദാഹരണങ്ങളാണ് ബ്രെഡ്, ചപ്പാത്തി, ഉരുളക്കിഴങ്ങ്, ഒപ്പം പഴങ്ങൾ. മധുരപലഹാരങ്ങൾ, ധാന്യങ്ങൾ, പച്ചക്കറികൾ എന്നിവ മറ്റു ചില ഉദാഹരണങ്ങളാണ്. പഞ്ചസാര, ശർക്കര, തേൻ എന്നിവയും ഉൾപ്പെടുന്നു. പ്രോട്ടീൻ സമ്പുഷ്ടമായ ഭക്ഷണങ്ങളോടുള്ള പ്രതികരണമായി ഇൻസുലിൻ റിലീസ് കുറവാണ്. പ്രോട്ടീൻ സമ്പുഷ്ടമായ ഭക്ഷണങ്ങളുടെ ഉദാഹരണങ്ങളാണ് മുട്ട, മാംസം, മത്സ്യം. ഇൻസുലിൻ റിലീസ് ഉത്തേജിപ്പിക്കുന്നതിൽ ഫാറ്റിന് സ്വാധീനം കുറവാണ്. നെയ്യ്, എണ്ണ, വെണ്ണ മുതലായവ ഫാറ്റ് നിറഞ്ഞ ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നു. 2 ഘട്ടങ്ങളിലായാണ് ഇൻസുലിൻ റിലീസ് ചെയ്യുന്നത്. ഇത് ഒന്നുകിൽ ബേസൽ റേറ്റിലോ പീക്ക് റേറ്റിലോ ആണ്. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ചെറിയ അളവിൽ ഇൻസുലിൻ തുടർച്ചയായി റിലീസ് ചെയ്യുന്നു. ഇതാണ് ബേസൽ റേറ്റ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇൻസുലിൻ ഉയർന്ന അളവിൽ റിലീസ് ചെയ്യുന്നു. ഇത് പീക്ക് റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇൻസുലിൻ സ്രവിക്കുന്നതിനെക്കുറിച്ച് പഠിച്ച ശേഷം ശരീരത്തിൽ ഇൻസുലിന്റെ പങ്ക് മനസ്സിലാക്കാം. ഇൻസുലിൻ കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസിന്റെ ആഗിരണം പ്രോത്സാഹിപ്പിക്കുന്നു. ഇൻസുലിന്റെ ഏറ്റവും പ്രധാന പങ്ക് ഇതാണ്. കോശങ്ങൾ തുറക്കുന്നതിനുള്ള ഒരു താക്കോൽ പോലെ ഇൻസുലിൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ കോശങ്ങൾ രക്തത്തിൽ നിന്ന് ഗ്ലൂക്കോസ് എടുക്കുന്നു. ഈ ഗ്ലൂക്കോസ് കോശങ്ങൾ പ്രധാനമായും ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ നാം ഒരു ഫെഡ് സ്റ്റേറ്റിലാണ്. ശരീരം ഗ്ലൂക്കോസിനെ ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഗ്ലൂക്കോസ് അധികം കഴിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. കരളിൽ അധികമുള്ള ഗ്ലൂക്കോസ് ഗ്ലൈക്കോജൻ, ട്രൈഗ്ലിസറൈഡ്സ് എന്നിവയായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഗ്ലൂക്കോസിന്റെ കട്ടിയായ രൂപമാണ് ഗ്ലൈക്കോജൻ. ഇത് കരളിലും പേശികളിലും സംഭരിക്കുന്നു. ട്രൈഗ്ലൈസറൈഡ്സ് നമ്മുടെ ശരീരത്തിൽ സംഭരിച്ചിരിക്കുന്ന ഫാറ്റ്സ് ആണ്. നമ്മൾ ഭക്ഷണം കഴിക്കാത്തപ്പോൾ ഈ സ്റ്റോറുകൾ പിന്നീട് ഉപയോഗിക്കാം. ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയാണ് നോൺ ഫെഡ് സ്റ്റേറ്റ്. ഗ്ലൂക്കോസ് പുതിയതായി ഉണ്ടാകുന്നില്ല. ഇന്ധനമായി ശരീരം ഗ്ലൈക്കോജൻ, ഫാറ്റ് എന്നിവ ഉപയോഗിക്കുമ്പോഴാണ് ഇത്. ശരീരം ഗ്ലൈക്കോജൻ ആൻഡ് ഫാറ്റിനെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസാക്കി മാറ്റുന്നു. നമ്മുടെ തലച്ചോറിന് ഇന്ധനമായി ഗ്ലൂക്കോസ് ആവശ്യമാണ്. കാർബോഹൈഡ്രേറ്റ് അല്ലാത്തവ ഗ്ലൂക്കോസായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഉദാഹരണത്തിന്
അമൈനോ ആസിഡ്സ്, ലാക്ടേറ്റ്, ഗ്ലിസറോൾ. ഈ പരിവർത്തനം പ്രധാനമായും കരളിലും വൃക്കകളിലുമാണ് സംഭവിക്കുന്നത്. എന്നിരുന്നാലും ഈ പരിവർത്തനം ഇൻസുലിൻ തടയുന്നു. ഇൻസുലിന്റെ വിവിധ ജോലികളിൽ ഏറ്റവും നിർണായകമായത് ഊർജം കൈകാര്യം ചെയ്യുക എന്നതാണ്. ഫെഡ് സ്റ്റേറ്റിൽ ഇൻസുലിൻ ഊർജത്തിന്റെ സംഭരണം പ്രോത്സാഹിപ്പിക്കുന്നു. ഗ്ലൂക്കോസിനെ ഫാറ്റാക്കി മാറ്റിയാണ് ഇത് ചെയ്യുന്നത്. ഇത് ഫാറ്റിന്റെ വിശ്ലേഷണവും പരിവർത്തനവും തടയുന്നു. അങ്ങനെ ഇൻസുലിൻ ശരീരത്തിലെ ഫാറ്റ് നഷ്ടപ്പെടുന്നത് തടയുന്നു. ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫാറ്റ് ഉപയോഗിക്കാനോ ഉരുക്കാനോ ഒരാൾക്ക് കഴിയില്ല. ഇൻസുലിന്റെ അഭാവം ഫാറ്റിന്റെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഊർജം നൽകുന്നതിനായി സംഭരിച്ചിരിക്കുന്ന ഫാറ്റ് വിഘടിപ്പിക്കപ്പെടുന്നു. രക്തത്തിലെ പഞ്ചസാര നിലനിർത്താൻ ഇൻസുലിനെ സഹായിക്കുന്ന മറ്റൊരു ഹോർമോണുണ്ട്. പാൻക്രിയാസ് സ്രവിക്കുന്ന ഗ്ലൂക്കഗോൺ ഹോർമോണാണ് ഇത്. ഇൻസുലിനും ഗ്ലൂക്കഗോണും ചേർന്ന് രക്തത്തിലെ ഗ്ലൂക്കോസ് എങ്ങനെ നിലനിർത്തുന്നു എന്ന് നോക്കാം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരുമ്പോൾ പാൻക്രിയാസ് ഇൻസുലിൻ പുറത്തുവിടുന്നു. ഇൻസുലിൻ രക്തത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസ് എടുക്കുന്നു. കരളിൽ ഗ്ലൈക്കോജൻ, ട്രൈഗ്ലൈസറൈഡ്സ് എന്നിവയുടെ രൂപീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. രക്തത്തിലെ ഗ്ലൂക്കോസ് പിന്നീട് സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുമ്പോൾ പാൻക്രിയാസ് ഗ്ലൂക്കഗോൺ പുറത്തുവിടുന്നു. കരളിൽ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി വിഘടിപ്പിക്കുന്നത് ഗ്ലൂക്കഗോൺ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് രക്തത്തിൽ ഗ്ലൂക്കോസ് പുറത്തുവിടുന്നു. തൽഫലമായി രക്തത്തിലെ ഷുഗർ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു. ഇൻസുലിനും ഗ്ലൂക്കഗോണും പരസ്പരം പൂരകമാക്കുന്നത് ഇങ്ങനെയാണ്. ഇൻസുലിൻ ഒരു അനബോളിക് ഹോർമോണായി പ്രവർത്തിക്കുന്നു. അതായത് ഇത് കോശങ്ങളുടെയും കലകളുടെയും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. എല്ലുകളുടെ വളർച്ചയ്ക്കും രൂപീകരണത്തിനും ഇത് സഹായിക്കുന്നു. ശരീരത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവ് നിയന്ത്രിക്കുക എന്നതാണ് ഇൻസുലിന്റെ മറ്റൊരു പങ്ക്. കോശങ്ങളിലേക്ക് പൊട്ടാസ്യം അതിന്റെ പ്രവേശനം ഇൻസുലിൻ പ്രോത്സാഹിപ്പിക്കുന്നു. പൊട്ടാസ്യം ശരീരത്തിന് വേണ്ട പ്രധാന ധാതുവാണ്. ഇത് പേശികളുടെ സങ്കോചം, ഹൃദയപ്രവർത്തനങ്ങൾ, ഒപ്പം ഫ്ലൂയിഡ് ബാലൻസ് എന്നിവയെ സഹായിക്കുന്നു. ഇൻസുലിൻ സാധാരണ നിലയിലായിരിക്കുമ്പോൾ അതിന്റെ ഈ ഗുണകരമായ പ്രവർത്തനങ്ങൾ കാണപ്പെടുന്നു. ഫാസ്റ്റിംഗ് ഇൻസുലിൻ 2 മുതൽ 5 MIU/ml വരെ ആയിരിക്കണം. MIU/ml എന്നാൽ മില്ലി ഇന്റർനാഷണൽ യൂണിറ്റ്സ് പെർ മില്ലിലിറ്റേഴ്സ്. ഉയർന്ന അളവിലുള്ള ഇൻസുലിൻ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് മറ്റൊരു ട്യൂട്ടോറിയലിൽ വിശദമായി ചർച്ച ചെയ്യും. ഇൻസുലിൻ ലെവൽ നിലനിർത്താൻ ഈ ട്യൂട്ടോറിയലിൽ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ ഓർക്കുക. നോർമൽ റേഞ്ചിൽ ലെവൽ നിലനിർത്തുക. ആരോഗ്യമുള്ള ശരീരത്തിന് ഇത് നിങ്ങളെ സഹായിക്കും. ഇത് ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. കണ്ടതിന് നന്ദി.